ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള പപ്പട ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: പപ്പടം, 10 കൊച്ചുള്ളി, ഒരു ചെറിയ കഷ്ണം പുളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ. പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പപ്പടമെല്ലാം വറുത്തെടുക്കാം. ഞാനിവിടെ കുട്ടി കുട്ടി പപ്പടങ്ങളാണ് എടുത്തിട്ടുള്ളത്. പപ്പടമെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പപ്പടം വറുത്ത ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഹാഫ് കുക്കായതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. നമുക്കിനി മൂത്ത് വന്ന ഇഞ്ചി, വറ്റൽമുളക്, കുഞ്ഞുള്ളി, കറിവേപ്പില എന്നിവ വറുത്ത് കോരി മാറ്റാം. ഇനി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, കറിവേപ്പില, ഇഞ്ചി, വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം പുളി എന്നിവ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ചേർത്ത് കൊടുക്കാം. പപ്പടത്തിന് ഉപ്പ് ഉണ്ട് എങ്കിലും ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം കളറിന് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് അരച്ചെടുക്കാം. അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന പപ്പടത്തെ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. പൊടിച്ച പപ്പടവും അരച്ചു വെച്ച ചമ്മന്തിയും കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് യോജിപ്പിച്ച് കൊടുക്കാം. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന സ്പൈസി പപ്പട ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്